ഒന്നോ രണ്ടോ പാട്ടുകൾ ഞങ്ങളെ കേൾപ്പിച്ചു. ഇതിൽ ഏതാ നല്ലത് എന്നെന്തോ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു, തണ്ണീർമത്തൻ ദിനങ്ങളിൽ. അപ്പൊ എനിക്കും ദേവനും ഞങ്ങള് അയ്യോ ഇത് കൊള്ളാലോ, ഈ ജാതിക്കാത്തോട്ടത്തിന്റെ ട്യൂൺ അന്നാ നമുക്ക് പാടി നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാടിച്ചതാണ്. സിനിമയിൽ പാടുക എന്നൊക്കെ പറയുമ്പോഴത്തേന് അത് നമുക്കറിയാം, നമ്മൾ ആ വഴിക്ക് തന്നെ അതിനായിട്ടില്ല. എനിക്ക് തോന്നിയിരുന്നില്ല ഒരു അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ്. അതാണ് പിന്നെ നമ്മളെ തന്നെ ഇതിനെ പറ്റിക്കണം. അതെ, മഴനില കുളിരുമായി വേനൽ തൂവൽ വീശും. സിനിമകളിലെ പാട്ട് ഒക്കെ ഇല്ലെന്ന് തന്നെ വളരെ കുറവാണ്. ഉണ്ടെങ്കിലും ഈ പറയണ പോലെ അത് ചിലപ്പോ ഒരു റാപ്പായിട്ടോ ഒരു മുഴുനീള ഒരു പാട്ടെന്ന് പറയണ എനിക്ക് തോന്നുന്നു അതിന്റെ സിറ്റുവേഷൻസ് ഇപ്പോഴത്തെ സിനിമകളിൽ ഇല്ലല്ലോ, അതിനുള്ള സ്കോപ്പും ഇല്ലല്ലോ. ഏതോ സുഖമീ നെഞ്ചിൽ നിറയും. ടോക്ക് ഫ്രെയിമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ഒരുപാട് ഹിറ്റ് സോങ്സ് നമുക്ക് സമ്മാനിച്ച പ്ലേബാക്ക് സിംഗർ സൗമ്യ രാമകൃഷ്ണനാണ്. സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം മീനാക്ഷി. എനിക്ക് തോന്നുന്നു ഈ പേര് പോലെ തന്നെ ഭയങ്കര സൗമ്യമായിട്ടുള്ള മുഖം കൂടിയാണ്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറയും, സംസാരം കേട്ടിട്ട് പറയും, മുഖം കണ്ടിട്ട് പറയും. ഇന്നസെൻസ് നിറഞ്ഞിട്ടുള്ള ഒരു ഫേസ് ആണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ പേരും സൗമ്യമായിട്ടുള്ള ഒരു മുഖം എന്നൊക്കെ പറയണം. പേര് വെച്ചിട്ട് ചോദിക്കും കേട്ടോ, ആണല്ലേ സൗമ്യമാണോ എന്നൊക്കെ അങ്ങനെയൊക്കെ ചോദിക്കും. സംസാരം കേട്ടിട്ട് ഫ്രണ്ട്സിന്റെ ഇടയിൽ ഒരു സൗമ്യമായിട്ടുള്ളൊരു കുട്ടിയാണോ? ഏകദേശമാണ്. ആണല്ലേ? കണ്ടില്ല, അപ്പൊ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോ മനസ്സിലായി. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? പുതിയത് പാട്ടുവിശേഷം തന്നെയാണ്. ഇപ്പോൾ കുറേ വീഡിയോസ് ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, റീൽസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ബാൻഡ് ഫോർമേഷൻ അതെല്ലാം തന്നെയാണ്. പുതിയൊരു ബാൻഡ് ഫോമിങ്. അതെ, സ്റ്റാർട്ടപ്പ് ഓൾറെഡി എനിക്ക് തോന്നുന്നു. നേരത്തെ ഒരു ബാൻഡ് ഡൗൺ ടു എർത്ത് എന്നൊരു ബാൻഡ് ഉണ്ടായിരുന്നു, ഡൗൺ ടു എർത്തിൽ, വിജയ് ബാൽസോറിന്റെ ഡൗൺ ടു എർത്ത്. ബട്ട് പിന്നെ അത് കുറച്ച് നാള് ഞങ്ങൾ കുറേ ഷോസ് ചെയ്തിരുന്നു. പിന്നീട് സാറ് ഫിലിമിൽ വളരെയധികം ബിസി ആയപ്പോൾ പിന്നെ അത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റാതെയായി. ഇപ്പൊ പക്ഷെ വീണ്ടും വിജിബാൽ മ്യൂസിക് ലൈവ് എന്ന് പറഞ്ഞിട്ട് ഒരു ബാൻഡ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് ഷോസ് ചെയ്തു, നമ്മള് പ്രോഗ്രാംസ് എല്ലാം ചെയ്ത് ഇപ്പൊ ആക്റ്റീവായി തുടങ്ങി. കുറച്ച് പ്രോഗ്രാംസ് ഓൾറെഡി അത് ചെയ്തു കഴിഞ്ഞു. അതെ, ചെയ്തു കഴിഞ്ഞു. വിജിബാൽ ലൈവിന്റെ ചെയ്തു കഴിഞ്ഞു കുറച്ച് പ്രോഗ്രാംസ്. ഇപ്പൊ അതിന്റെ കുറച്ച് ഷോസിന്റെ ഓരോ ഗ്ലിംസസ് ഒക്കെ എടുത്തിട്ട് ഇപ്പൊ ഇടുന്നുണ്ട് സാർ. അപ്പൊ അതെങ്ങനെയാ അതിന്റെ സോങ് സെലക്ഷൻസ് ഒക്കെ? എങ്ങനത്തെ അത് പ്യുവർ സാറിന്റെ മാത്രം പാട്ടുകളായിരിക്കും. ഫുൾ സാറ് കമ്പോസ് ചെയ്ത പാട്ടുകൾ. അപ്പൊ അതിന്റെ റിഹേഴ്സലായിട്ട് ഇങ്ങനെ. അല്ല, അത് നല്ലതായിരിക്കും. തോന്നുന്നു ഫിലിം സോങ്സ് മാത്രമല്ല, പാരലായിട്ട് നമ്മൾ എന്തെങ്കിലും വേറെയും കൂടി കൊണ്ടുപോകുമ്പോഴേ. അതെ, തീർച്ചയായും അത് ആവശ്യമാണ്, അത്യാവശ്യമാണ്. ഇപ്പം എന്താ പറയാ, ഒരു സിംഗർ പെട്ടെന്ന് ഇപ്പം ഐഡന്റിറ്റി ക്രൈസിസ് ഓൾറെഡി ഉണ്ടല്ലോ അല്ലെ, പിന്നെ സിംഗേഴ്സിന്റെ ഇടയിൽ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് പാരലായിട്ട് ഇപ്പൊ ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു സ്വന്തമായിട്ട് മ്യൂസിക് കമ്പോസിങ്ങും അല്ലെ. യെസ്, കറക്റ്റ്. ഇപ്പൊ സിനിമകളിൽ പാടിയിട്ട് അതൊരു ബ്രേക്കായിട്ട് അതൊക്കെ എനിക്ക് തോന്നുന്നു. അതിനേക്കാളും എല്ലാം ഉപരി നമ്മൾ ആസ് എ മ്യൂസീഷ്യൻ അത് വളരെ അനിശ്ചിതത്വമാണ്. ഞാൻ ഈ പറഞ്ഞ സിനിമാ പാട്ടുകൾ നമുക്ക് പാടാൻ കിട്ടുക എന്ന് പറയുന്നത് വളരെ അപൂർവമാണ് ഇപ്പോൾ. അതെ, രണ്ടാമത് പാടുന്ന അത് ശ്രദ്ധിക്കപ്പെടുക, അത് പണ്ടങ്ങനെയല്ല. സിനിമാ പാട്ടുകൾ നമ്മൾ പാടിയത് പാട്ടുകൾ വിജയിച്ചാൽ അങ്ങനെ നമുക്ക് ഭയങ്കര വിസിബിലിറ്റി കിട്ടും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ആസ് എ മ്യൂസിഷ്യൻ നമ്മൾ എന്താണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, അതിനൊരു ഓഡിയൻസ് ഉണ്ട് ശരിക്കും. അപ്പോൾ ഒരു സിനിമയിൽ പോലും പാടാത്ത എത്രയോ സിംഗേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ മ്യൂസീഷ്യൻസ് ഉണ്ട്. അവര് പക്ഷെ അവർക്ക് നല്ല ഫാൻ ഫോളോയിങ്ങും ഉണ്ട്. അവരുടെ റീൽസും പിന്നെ അവരുടെ പ്രൈവറ്റ് ഷോസും എല്ലാം. അപ്പോൾ അങ്ങനെ അതൊരു ആശാവഹമായ കാര്യമാണ്. ഒന്നിലും മാത്രം നമ്മൾ, അതായത് നമ്മുടെ എന്താണോ യുണീക്ക് ആയിട്ടുള്ള അതൊന്ന് ഡിസ്കവർ ചെയ്തിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തിനും റെസിപ്പിയൻസ് ഉണ്ട്, എന്തിനും ഓഡിയൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക എവിടെയാണ്
ഇപ്പൊ പണ്ടത്തെ പോലത്തെ പാട്ടുകളുടെ എണ്ണം കുറഞ്ഞല്ലോ അല്ലേ? അതെ, തീർച്ചയായും സിനിമകളിലെ പാട്ട് ഒക്കെ ഇല്ലെന്ന് തന്നെ വളരെ കുറവാണ്. ഉണ്ടെങ്കിലും ഈ പറയണ പോലെ അത് ചിലപ്പോ ഒരു റാപ്പായിട്ടോ ഒരു മുഴുനീള ഒരു പാട്ടെന്ന് പറയണ എനിക്ക് തോന്നുന്നു അതിന്റെ സിറ്റുവേഷൻസ് ഇപ്പോഴത്തെ സിനിമകളിൽ ഇല്ലല്ലോ, അതിനുള്ള സ്കോപ്പും ഇല്ലല്ലോ. അപ്പൊ പകരം നമ്മൾ നമ്മുടേതായി പറയണ പോലെ എന്തെങ്കിലും അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇപ്പൊ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഒന്നും വേണ്ട, നമ്മളൊരു യൂട്യൂബ് റീൽ ഇട്ടാൽ മതി അല്ലേ, അത് തന്നെ മതി. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഫോണിലെങ്കിലും പാടിയിട്ട് ഇട്ടാൽ മതി. അതെ അതെ അതെ. നേരത്തെ പോലെ സ്റ്റുഡിയോയിൽ പോയി പെർഫെക്റ്റ് ചെയ്ത് അങ്ങനെയും കൂടിയില്ല, വെറുതെ റോ വീഡിയോ എടുക്കുക, പാടണം തോന്നുമ്പോ ഇടുക. അതെ. ഇപ്പൊ എത്ര വർഷമായി ഇൻഡസ്ട്രിയിൽ? ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ പാടുന്ന അറബിക്കഥയിലാണ് 2008. അപ്പോ ഇപ്പോ എത്രത്തോളം വർഷമായി? 2008 തൊട്ട് 2025. എന്താണ് ആസ് എ സിംഗർ എന്നുള്ള ഒരു ചേഞ്ചസ് ഒക്കെ, മാറ്റങ്ങളൊക്കെ? ഭയങ്കരമായി ചേഞ്ച്, നല്ല ചേഞ്ച് ഉണ്ട്. പണ്ടത്തെ ആ ഒരു ആറ്റിറ്റ്യൂഡേ അല്ല മ്യൂസിക്. എപ്പോഴും ഓരോ പണ്ട് പറയുമ്പോൾ ഈ പറയണ പോലെ പണ്ടത്തെ ഇപ്പോൾ മൈൻഡ് തന്നെ വളരെയധികം, അത് പിന്നെ പ്രായവും നമുക്കാവുമ്പോൾ എക്സ്പീരിയൻസ് കുറെ വരുമ്പോൾ നമ്മൾ വിശാലമാകും. അതുപോലെ തന്നെ ഓരോ എക്സ്പീരിയൻസും ഓരോ ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് പഠിക്കുക എന്നുള്ളത് അതൊരു പഠനം തന്നെ. ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് വർക്ക് ചെയ്ത് ഒരു ഭാഗം വർക്കൗട്ട് ചെയ്തിട്ട് ശരിയായില്ലെങ്കിൽ നേരത്തെയൊക്കെ നമ്മൾ പണ്ട് വളരെയധികം ഡിസപ്പോയിന്റഡ് ആയിട്ട് സ്ട്രെസ് ഭയങ്കരമധികം കൂടുതലായിരുന്നു. ഇപ്പൊ അതില്ല. എന്നാ ട്രൈ ചെയ്ത് നോക്കാനുള്ള ഒരു പേഷ്യൻസ്, അതെ പേഷ്യൻസ് വന്നു, ഒരു ക്യൂരിയോസിറ്റി ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ എനിക്ക് തോന്നുന്നു നല്ലൊരു കാര്യമാണ് തോന്നുന്നു. അത് തുടർന്ന് കൊണ്ടുപോകാനും സാധിക്കണം. അല്ല, അത് തുടർന്ന് നമുക്ക് പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് ആയിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ, ഇനി എക്സ്പീരിയൻസിലോട്ട് തന്നെയാണല്ലോ പോണത്. അപ്പൊ ചെറുപ്പം മുതൽ തന്നെ പാട്ട് വീട്ടില് അമ്മയുടെ ഫാമിലിയിലെല്ലാരും, അച്ഛൻ്റെയും ഫാമിലിയിലെല്ലാരും പാടുമായിരുന്നു. കർണാട്ടിക് മ്യൂസിക് ആണ് അവര്, അതാണ് വീട്ടിൽ കൂടുതൽ കേട്ടുകൊണ്ടിരുന്നത്. പിന്നെ ചേച്ചിയും നല്ലോണം പാടും. അമ്മ GCDL എംപ്ലോയി ആയിരുന്നു, ഗവൺമെന്റ് സർവൻ്റ് ആയിരുന്നു. ചേച്ചിയും ഇപ്പൊ GST ഇപ്പോൾ ഇവർ രണ്ടുപേരും ആണ് മ്യൂസിക് പഠിച്ചുകൊണ്ടിരുന്നത്, കർണാട്ടിക് മ്യൂസിക്, കൊച്ചിൻ വിശ്വനാഥൻ സാറിൻ്റെ അടുത്ത്. അപ്പോൾ ആദ്യം പാട്ട് പഠിപ്പിച്ചത് അമ്മയാണ്, പിന്നീട് സാറിൻ്റെ അടുത്ത് അമ്മ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അപ്പൊ അത് സ്കൂൾ സമയങ്ങളിൽ പഠിച്ചു. എത്ര വയസ്സിലാണ് പാട്ട് പഠിച്ചു തുടങ്ങിയത്? സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങിയ എനിക്ക് തോന്നുന്നു ഒരു 7ാം ക്ലാസ് 6ാം ക്ലാസ്, അതിനൊക്കെ ശേഷം. അതെ, അതുവരെ അങ്ങനെ ഇരുന്ന് പഠിച്ചിട്ടില്ല. അപ്പൊ അത് കഴിഞ്ഞ് പിന്നീട് അത് സീരിയസ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തു. ബട്ട് കർണാട്ടിക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പിന്നീടുള്ള കോളേജിന്റെ സമയം കഴിഞ്ഞ ഉടനെ ഞാൻ കുറച്ച് നാൾ ഹൈദരാബാദ് വർക്ക് ചെയ്തു. പിന്നീട് MBA പഠിക്കാൻ പോയി. അപ്പൊ അവിടെയൊക്കെ ഈ പഠനം ഇങ്ങോട്ട് മുടങ്ങി. പിന്നെ ഒരു ഫുൾ സ്വിംഗിൽ നിർത്താതെ ഹിന്ദുസ്ഥാനിക്ക് ഞാൻ ചേർന്നു. 2014 ആ സമയത്ത്, 2014-13 ആ ടൈമില്. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, വിത്തൗട്ട് ഒരു ഇന്ററപ്ഷൻ ഇല്ലാതെ അതിന് സാധിക്കുന്നുണ്ട്. ആ ഒരു ഷിഫ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു ഈ കർണാട്ടിക് ഹിന്ദുസ്ഥാനിലോട്ട് പോകുമ്പോൾ? അത് എനിക്ക് എൻ്റെ ലൈറ്റ് സിംഗിങ്ങിനെ എനിക്ക് ഹെൽപ്പ് ചെയ്തു. ഹിന്ദുസ്ഥാനി മ്യൂസിക് അത് എന്നെ കൊണ്ടുപോയതും എൻ്റെ ഫ്രണ്ട് സംഗീത ശ്രീകാന്താണ്. ഞങ്ങള് കോളേജ് സമയം തൊട്ട് തന്നെ കൂട്ടായതാണ്. അതെ, ഞങ്ങളൊരു ഗ്രൂപ്പ്. അപ്പോൾ സംഗീതയാണ് പറഞ്ഞത്, സംഗീത ഉസ്താദ് ഫയാസ് ഖാൻ സാറിൻ്റെ അടുത്ത് അന്ന് തന്നെ പഠിക്കുന്നുണ്ടായിരുന്നു. അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം വിട്ടു, ഞാൻ മോഹൻകുമാർ സാർ എന്ന് പറഞ്ഞിട്ട് സാറിൻ്റെ അടുത്ത് ഹിന്ദുസ്ഥാനി വളരെ കുറച്ച് ഡ്യൂറേഷൻ, എനിക്ക് തോന്നുന്നു എത്രയോ 6-7 മാസം സാറിൻ്റെ അടുത്ത് പഠിച്ചു. അത് ഈ കോളേജ് കഴിഞ്ഞിട്ട് ഈ ഹൈദരാബാദ് വർക്ക് ചെയ്യാൻ പോണതിന് മുമ്പുള്ള സമയമായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഒരു ഐഡിയ കിട്ടി. അതാണ് ഫസ്റ്റ് എക്സ്പീരിയൻസ് ഹിന്ദുസ്ഥാനി മ്യൂസിക് പഠിക്കാനാണ്. അതെ, അപ്പൊ തന്നെ എനിക്ക് തോന്നിയ ഒരു ലൈറ്റ് സിംഗിങ്ങിനെ എനിക്കൊന്ന് കോംപ്ലിമെന്റ് ചെയ്യാനുള്ള കർണാട്ടിക്കിന്റെ ആ ഒരു ശൈലി, ആ കറക്റ്റ് ശൈലി എന്നെ അത് എനിക്ക് ആ ലൈറ്റ് സോങ്സ് പാടാൻ ഹെൽപ്പ് ചെയ്തിരുന്നില്ല. അത് നമുക്കത് എനിക്ക് അതിൻ്റെ ആ ഇത് പിടി കിട്ടിക്കൊണ്ടിരുന്നില്ല. ബുദ്ധിപൂർവമായിട്ട് അതെങ്ങനെ രണ്ടും ഇതായിട്ട് പാടാം എന്നുള്ളത്, അല്ലെങ്കിൽ അതൊരു എക്സസൈസ് എന്ന രീതിയിൽ നമുക്ക് എങ്ങനെ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ഉപയോഗിക്കാം, അതൊന്നും ചിന്തിക്കാനുള്ള ഇതൊന്നും ഒന്നും ഉണ്ടായില്ല. അപ്പോൾ അതിനെനിക്ക് കുറച്ചുകൂടി എന്നെ ഹെൽപ്പ് ചെയ്തത്, എനിക്കത് ഹിന്ദുസ്ഥാനി എന്നെ ഹെൽപ്പ് ചെയ്തു ഫിലിം സോങ്സ് പാടാനും എല്ലാത്തിനും. പക്ഷെ ഈ പറയണ പോലെ ഞാൻ
വീഡിയോസ് ചെയ്യുമ്പോൾ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് കർണാടക പാട്ടുകൾ തന്നെയാ പാടി. അതെങ്ങനെയോ അത് ഹെൽപ്പ് ചെയ്യേണ്ടത്. ഇല്ല ഹിന്ദുസ്ഥാനി കച്ചേരിയുടെ കുറച്ച് അതിപ്പോ അരങ്ങേറ്റം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പോൾ കഴിഞ്ഞതിന് മുമ്പത്തെ കൊല്ലം അരങ്ങേറ്റം ചെയ്തു. അതിപ്പോൾ ആയിട്ടേ ഉള്ളൂ. അജിത് സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്ത് ഇപ്പോൾ പഠിക്കണം. അപ്പോൾ അത് സാറിൻ്റെ സാർ ഞങ്ങൾക്ക് തന്നൊരു സംഗീതം ഞങ്ങളൊക്കെ ഒരുമിച്ചാണ് പഠിക്കണം. സാറ് ഞങ്ങൾക്ക് തന്ന ഒരു ധൈര്യമാണ്, അല്ലെങ്കിൽ സാറിൻ്റെ ധൈര്യമാണെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടിപ്പോൾ ഒരു 15 minutes എങ്കിലും പാടാൻ സാധിച്ചു. അതൊക്കെ ഹെൽപ്പ് ചെയ്തു. അതാ ഈ പറയണ പോലെ പണ്ടത്തെ ഇപ്പോഴത്തെയും ഡിഫറൻസ് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അതാണ്. മ്യൂസിക്കിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമ ഉണ്ട് ഇപ്പോൾ. പണ്ട് അങ്ങനെയല്ല. പണ്ട് എന്തിനോ ഒരു എന്തോ ധൃതിയിലായിരുന്നു ജോലി ചെയ്യണം. അതെ, അതാണ്. അപ്പൊ ജോലിയും മ്യൂസിക്കും കൂടെ ആകുമ്പോ ഇത് പ്രൊഫഷൻ ആക്കി എടുക്കണം എന്നുള്ളത് എപ്പോഴാണ് തോന്നിയത്? അത് അത് വിക്രമാദിത്യനൊക്കെ ഇറങ്ങിയതിന് ശേഷമാണ് കേട്ടോ. ഞാൻ അതുവരെ തൊണ്ടി മുതലും ദൃക്സാക്ഷിയും അതുവരെ ഞാനിത് രണ്ടും കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. HR ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്, റിക്രൂട്ടറായിട്ട്. അപ്പോൾ പക്ഷേ ഈ പറയുന്ന പോലെ നമ്മുടെ റിക്രൂട്ട്മെൻറ്റും കൂടി ആകുമ്പോൾ ഇൻറ്ററാക്ഷൻ കാൻഡിഡേറ്റ്സ് ആയിട്ട് വേണം, അങ്ങനെയുള്ള സംസാരവും എല്ലാം കൊണ്ട് ടയേർഡ് തൊണ്ട വളരെയധികം സ്ട്രെയിൻ വന്നുകൊണ്ടിരുന്നു. അങ്ങനെയാണ് പിന്നീട് ആ സമയത്ത് പ്രോഗ്രാംസ് ഒന്നും ഉണ്ടായിരുന്നു. ആ സമയത്തും ഉണ്ടായിരുന്നു. അതാണ് ഓവർ സ്ട്രെയിൻ ആയത്. ഇപ്പൊ റെക്കോർഡിങ്ങുകളാണ്. ഇപ്പോൾ ഓഫീസിൽ നമ്മളൊരു 9-10 മണിക്കൂറൊക്കെ എന്തായാലും സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും മിനിമം. അത് കഴിഞ്ഞ് പിന്നീട് റെക്കോർഡിങ്ങിന് പോവുക ചെയ്തത്. അപ്പൊ അപ്പോഴേക്കും പക്ഷെ നമുക്ക് നമ്മുടെ രണ്ടും കൂടി ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല മ്യൂസിക്കിനെ. അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സമയങ്ങളിൽ. അപ്പൊ അങ്ങനെയാണ് ഏതെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടിനോടും ഒരു നീതി ഉണ്ടാവും. അവിടെയാണെങ്കിലും നമുക്കൊരു ഫുൾ ഹാർട്ടും മൈൻഡും നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല. അങ്ങനെയാണ് അത് ഡ്രോപ്പ് ചെയ്യാം. തൊണ്ടി മുതലും ദൃക്സാക്ഷിയും ആയിരുന്നു എനിക്ക് തോന്നുന്നു. അത് പിന്നെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. നമ്മള് പാഷനും ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ നമുക്കത് എന്താ ജോലിയായിട്ട് തോന്നില്ല. അതെ ശരിയാ. അതിൻ്റെതായ പല ഫ്രസ്ട്രേഷൻസും എല്ലാം ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും അതൊന്ന് പാടും, ഒരു 5 മിനിറ്റ് പാടുമ്പോൾ അതങ്ങോട്ട് തീരും ആ ഫ്രസ്ട്രേഷൻ. മറ്റേത് അങ്ങനെയല്ല. മറ്റേത് രാവിലെ എണീക്കുമ്പോ തന്നെ നമ്മള് ഇത് ചെയ്യണമല്ലോ, പോണമല്ലോ എന്ന് പറഞ്ഞിട്ട്. അതെ, എനിക്ക് തോന്നിയിരുന്നില്ല അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ്. അതാണ് പിന്നെ നമ്മളെ തന്നെ ഇതിനെ പറ്റിക്കണം. അതെ. അപ്പൊ ഈ ഫസ്റ്റ് സിനിമയിലേക്കുള്ള ഒരു കോൾ എങ്ങനെയായിരുന്നു? അത് ബിജിപാൽ സാർ നേരത്തെ അറിയാം. എനിക്ക് ഹൈസ്കൂൾ ടൈമിലോട്ട് തന്നെ സാറിനെ അറിയായിരുന്നു. ഞങ്ങളുടെ സെയിന്റ് മേരീസിലാണ് ഞാൻ പഠിച്ചത്. അപ്പൊ അവിടെ സാറ് ഞങ്ങളുടെ ഗ്രൂപ്പ് സോങ്ങും സെറ്റ് ചെയ്യാനും ഡ്രാമയ്ക്കൊക്കെ പാട്ട് ചെയ്യാനായിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്യാനൊക്കെ വരുമായിരുന്നു. അപ്പം അങ്ങനെ അപ്പം തൊട്ട് പരിചയമുണ്ട്. അപ്പോൾ സാർ ഒരു 12th എൻ്റെ 11th 12th ആ ടൈമിലൊക്കെ കുറച്ച് ചെറുതായിട്ട് ജിംഗിൾസ് ഒക്കെ പാടിപ്പിക്കുമായിരുന്നു, ആൽബത്തിൻ്റെ ട്രാക്ക് പാടിക്കുമായിരുന്നു. അങ്ങനെ അപ്പം തൊട്ട് തന്നെ ഗ്രൂമിങ് കിട്ടുന്നുണ്ടായിരുന്നു എനിക്ക്. അതെ, സ്റ്റേജൊന്നും അധികം എനിക്ക് തോന്നണു ചെയ്തിട്ടേ അങ്ങനെ ഉണ്ടായിരുന്നില്ല ആ സമയങ്ങളിൽ. പക്ഷെ റെക്കോർഡിങ്സ് ചെയ്യുമായിരുന്നു. അത് സാറിൻ്റെ റെക്കോർഡിങ്സ്. പിന്നെ ഇവിടെ എറണാകുളത്തെ പല സ്റ്റുഡിയോസിലും വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെയായിരുന്നു റെക്കോർഡിംഗ് എക്സ്പീരിയൻസ്. അതെ. അപ്പം അത് ആ സമയത്താണ് പിന്നെ ബിജുപാൽ സാറിന്റെ ഒരു കോള്. അതെ, അല്ല സാറാണ് മെയിനായിട്ട് തന്നെ പാടിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ സാറ് ഗ്രൂം ചെയ്ത് കഴിഞ്ഞ് സാറിന് ആദ്യമായിട്ട് ഒരു അവസരം വന്നപ്പോൾ താനെ പാടും വീണെ അറബിക്കഥയിലെ പാട്ട് അത് സാറ് പാടിച്ചു. പിന്നീട് അല്ല, അപ്പൊ ആ പാട്ട് പാടുമ്പോ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഫസ്റ്റ് ടൈം ഒരു റെക്കോർഡിംഗ് ഒരു പടത്തിന് വേണ്ടി പാടില്ല. അതെ, അങ്ങനെ. പക്ഷെ ബിൽഡപ്പ് ഒന്നും സാർ അങ്ങനെ തരില്ല. നമുക്കുണ്ടാവില്ല ഒരു ടെൻഷനും ഇതൊക്കെ. ഇല്ല, അങ്ങനെ എന്താ വെച്ചാ അത് സാർ ഉറപ്പ് പറയില്ല. അന്ന് നമുക്കും അറിയാം നമ്മൾ എവിടെയാ നിക്കണ. നമ്മൾ സിനിമയിൽ പാടുക എന്നൊക്കെ പറയുമ്പോ അത് നമുക്കറിയാം. നമ്മൾ ആ വഴിക്ക് തന്നെ അതിനായിട്ടില്ല. അതിന് കുറെ എന്താ പറയാ അതിൻ്റെതായൊരു സ്ട്രഗിളും അതിൻ്റെതായ ഒരു ടാലന്റും സ്കില്ലും എല്ലാം വേണം. അതിനായിട്ടില്ല, സമയവും വേണം. അതിന് നമ്മളായിട്ടില്ല. നമുക്ക് നല്ല ധാരണയുണ്ട്. അപ്പൊ സാറ് പറഞ്ഞത് ഇത് ട്രാക്ക് തന്നെയാ, നമ്മള് ട്രാക്കായിട്ട് നമുക്ക് പാടി നോക്കാം. ടെൻഷൻ ഫ്രീ ആയിട്ട് പാടി. അതെ, അപ്പൊ നല്ല ടെൻഷൻ. നേരെ മറിച്ച് അത് സിനിമയ്ക്ക് വേണ്ടിട്ട് പാടുന്ന ടെൻഷൻ ഉണ്ടാവുമായിരുന്നു. അതെ, പക്ഷെ അന്ന് എനിക്ക് തോന്നണു ആരോട് ഇപ്പൊ എന്റെ ആ സമയത്തിൽ ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിലും അന്ന് സൈനോറ അവരൊക്കെ ആയിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു, സംഗീത. അന്ന് എല്ലാരും ഈ പറയണ പോലെ ട്രാക്ക് പാടാൻ തന്നെയാണ്. അപ്പൊ ആ പാട്ട് കഴിഞ്ഞപ്പോ മനസ്സിലായി ഇതാണ് അവര് ടേക്കിൽ പോകാൻ പോണ പാട്ട് എന്നുള്ളത് അല്ലേ? അത് കഴിയില്ല, അപ്പൊ അറിയില്ല. അത് കഴിഞ്ഞ് കുറെ എനിക്ക് തോന്നുന്നു സിനിമയൊക്കെ ഇറങ്ങണതിന് മുമ്പ്
അപ്പോഴൊക്കെയാണ് ചിലപ്പോൾ സിനിമയിലും ആയിരുന്നല്ലോ, അതൊരു ഫിലിമിന്റെ ഒരു പ്രൊമോഷണൽ സോങ് ആയിരുന്നു, താനേ പാടും വീണ്. അപ്പൊ ഫിലിമിന്റെ ഒരു പ്രൊമോഷണൽ സോങ് ആയിട്ട് ഈ പാട്ട് ഇറക്കും എന്ന് പറഞ്ഞു. അപ്പൊ അത് ഭയങ്കര സന്തോഷമായി. പക്ഷെ അത് സ്ക്രീനിൽ ഉണ്ടായിരുന്നില്ലേ? ഇല്ല, ഫിലിമിലില്ല, പക്ഷെ അത് ടിവിയിൽ വന്നോണ്ടിരുന്നു സ്ഥിരമായിട്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത മൂവി പിന്നീട് മിന്നാമിന്നിക്കൂട്ടായിരുന്നു അതിന് ശേഷം പാടിയത്. പിന്നെ അങ്ങോട്ട് തുടർച്ചയായി കുറച്ച് പടങ്ങളിൽ പാടാൻ പറ്റി. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് നമ്മുടെ ജാതിക്ക അല്ലെ? ജാതിക്ക തുടങ്ങും. അതിന് മുമ്പ് പക്ഷെ ആദ്യമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടത് മഴനില കുളിർ വിക്രമാദിത്യനിലെ പാട്ടും ഭയങ്കര ഹിറ്റായി. അതെ, അത് ഇപ്പോഴും ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് കാണാൻ ഭയങ്കര സന്തോഷം. എല്ലാരും പാടുമ്പോ ഒക്കെ നമുക്ക് 4 വരി അത് പാടാം. മഴനില കുളിരുമായി വേനൽ തൂവൽ വീശും, മൊഴിയിലും മധുരമായി മൗനം കഥ പറയും, പൂങ്കാറ്റി വഴി വരാതെ കാറ്റിൻ കുളിരറിയും, ഏതോ സുഖമീ നെഞ്ചിൽ നിറയും, മഴനില കുളിരുമായി. നല്ലൊരു മൂഡിലിരിക്കുമ്പോ കേൾക്കാൻ പറ്റിയ ഒരു പാട്ടാണത്. ആ പാട്ട് പക്ഷെ നല്ല വൈറൽ അല്ലേ? ഭയങ്കര ഹിറ്റായിരുന്നു. ഫസ്റ്റ് ബ്രേക്ക് ആ പാട്ട് അതാണ് എന്ന് തന്നെ പറയാം. അതായിരുന്നു തിയേറ്ററിൽ കണ്ട ഫസ്റ്റ് പാട്ട്? അല്ല, അതിനു മുമ്പ് മിന്നാമിന്നിക്കൂട്ടം കണ്ടിരുന്നു, വി ആർ ഇൻ ലവ് എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്. അതിങ്ങനെ ഫസ്റ്റ് നമ്മുടെ സൗണ്ട് തിയേറ്ററിൽ കാണുമ്പോഴുള്ളൊരു ഫീൽ എന്തായിരുന്നു? അത് ഭയങ്കര സന്തോഷം. പിന്നെ അത് കഴിഞ്ഞിട്ട് ബിജുപാൽ സാറിന് അല്ലാണ്ട് പിന്നെ മറ്റുള്ള കമ്പോസേഴ്സ് പറയുമ്പോൾ ആ ടൈമിൽ തന്നെ നന്ദു കർത്ത എന്ന് പറഞ്ഞിട്ട് നന്ദു ചേട്ടന്റെ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. ഇഡിയറ്റ്സ് എന്ന ഫിലിമില് മുത്തുമണി മഴയായി മുത്തമിഴു മഴകായ്, ആ പാട്ട് ഫാസ്റ്റ് നമ്പർ ഒരാൾ ചെറിയ രീതിയിൽ ഫാസ്റ്റ്, ബട്ട് അത് മെലോഡിയസ് സോങ് ആണ്, ത്രൂ ഔട്ട് മെലഡി തന്നെയാണത്. അപ്പോൾ ആ പാട്ട് അത് നന്ദു ചേട്ടന് വേണ്ടി പാടാൻ പറ്റി. പിന്നെ ഹോംലി മീൽസ് എന്നൊരു ഫിലിമിൽ സർത്താജ് എന്ന് പറഞ്ഞ മ്യൂസിക് കമ്പോസർക്ക് വേണ്ടി പാടി. ഹരിചരന്റെ കൂടെ ഒരു ഡ്യുവറ്റ് സോങ് ആയിരുന്നു. പിന്നെ ജസ്റ്റിന് വേണ്ടി, ജസ്റ്റിൻ വർഗീസിന്റെ ജാതിക്കാത്തോട്ടം. പിന്നെ ജാതിക്കാത്തോട്ടത്തിന്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? എനിക്ക് തോന്നുന്നത് സൗണ്ടിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ടില്ലല്ലോ പാടിയത്? അല്ല, സൗണ്ട് ചേഞ്ച് ചെയ്തില്ല, അത് നമ്മുടെ ലോ രജിസ്റ്ററിൽ വെച്ചിട്ട് പാടിച്ചു ജസ്റ്റിൻ, അത്രേ ചെയ്തുള്ളൂ. ശബ്ദം മാറ്റുന്ന പ്രക്രിയ അല്ല അവിടെ. നല്ല ബേസ് ആയിട്ട് നമ്മളിപ്പോൾ ഈ ചിലപ്പോൾ ഇപ്പോൾ കർണാട്ടിക് സോങ്സ് ഒക്കെ നമ്മൾ ശ്രുതി വളരെ ശ്രുതിയിൽ കുറച്ച് പാടുമ്പോൾ ഒരു വേറെ ടോൺ, ഹെവി ആയിരിക്കും നമ്മുടെ ടോൺ. അപ്പൊ അതിലാണ് പാടിച്ചത്. ഒരു നോർമൽ ഒരു ഫീമെയിൽ സോങ്, ഇപ്പോൾ മഴനില കുളിരുമായി അല്ലെങ്കിൽ തൊണ്ടി മുതൽ കണ്ണിലെ പൊയ്കയില് ആ ടോൺ അല്ലാത്തൊരു ടോൺ വന്നപ്പോ അത് വേറെ ശബ്ദം മാറിയോ മാറ്റിപ്പാടിനല്ല, അത് ആ ഒരു മനസ്സിലായിരുന്നു അത് സൗമ്യനെയാണ് പാടിയത് എന്നുള്ളത്. അതാ പറഞ്ഞത്, നമ്മൾ സാധാരണ പാട്ടെന്നുള്ള സൗണ്ട് അല്ലല്ലോ അത്. ജസ്റ്റിന്റെ തന്നെ ഒരു ബ്രില്യൻസ് ആട്ടോ. ഞങ്ങൾക്ക് അതിലൊന്നും, ഇപ്പൊ ഞാനും കൂടെ പാടിയിട്ടുള്ള ദേവദത്ത് ബിജുപാലാണ്. അപ്പൊ ഞങ്ങളെ ഇങ്ങനെ ചുമ്മാ ട്രൈ ചെയ്യിക്കാൻ ജസ്റ്റിന്റെ പരിചയം ബിജുപാൽ സാറിന്റെ കൂടെ ജസ്റ്റിൻ വർക്ക് ചെയ്തിരുന്ന സമയത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ മഴനില കുളിരുമായി അല്ലെങ്കിൽ കണ്ണിലെ പൊയ്കയിൽ അതിലൊക്കെ ജസ്റ്റിനും വർക്ക് ചെയ്തിട്ടുണ്ട് ആ പാട്ടിൽ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് നമ്മൾ ട്രാക്ക് പാടുന്നതൊക്കെ ഒരു ഓർമ്മയിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു പാട്ട് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഒന്നോ രണ്ടോ പാട്ടുകൾ ഞങ്ങളെ കേൾപ്പിച്ചു. ഇതിൽ ഏതാ നല്ലത് എന്ന് എന്തോ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു, തണ്ണീർമത്തൻ ദിനങ്ങളിൽ. അപ്പോൾ എനിക്കും ദേവനും ഞങ്ങൾ അയ്യോ ഇത് കൊള്ളാലോ, ഈ ജാതിക്കാത്തോട്ടത്തിന്റെ ട്യൂൺ അന്നാ നമുക്ക് പാടി നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാടിച്ചതാണ്. പാടിയപ്പോൾ ജസ്റ്റിൻ തന്നെ ഈ ടോൺ തന്നെ മതി എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞാനെന്നാ ഇത് ഭയങ്കര എനിക്കെന്തോ കുറച്ച് ബുദ്ധിമുട്ട് പോലെ ആ സമയത്ത് ഞാൻ മുകളിൽ പാടട്ടെ എന്ന് പറഞ്ഞു. വേണ്ട ഇത് മതി, ഈ ടോൺ മതി എന്ന്. അതാകെ ശരിക്കും പറഞ്ഞാൽ 4 വരി, പക്ഷെ 4 വരിക്കും 4 മോഡുലേഷൻ പോലെ. അതെ, അതിൽ ആ ഒരു മൂളലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ
അതാണ് പിന്നെ അത് ഒരു ക്യൂട്ട് ഫാക്ടർ. അതെ അതെ, സെക്കൻഡ് ലൈനിലും ഒരു ഒരു വല്ലാത്തൊരു ഇതാണ് ഒരു ടോൺ അല്ലെ, മ്യൂസിക്കിന്റെ ഒരു അതെ 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 ജാതി നിന്റെ അതെ, അതിന്റെ ലിറിക്കും അങ്ങനെയാണല്ലോ, വളരെ റോ ആയിട്ടാണല്ലോ ആയിട്ടാണ്. അതെ അതെ അതെ, അത് അതെല്ലാവർക്കും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ട് തന്നെയാണ്. പാടാം. ഈ ജാതിക്കത്തോട്ടം ഈ ജാതി നിന്റെ നോട്ടം എൻ്റെ ഉള്ളിൽ പന്ത് പോലൊരു ഉരുണ്ടു കേറ്റം കണ്ട കള്ള പെരുമാറ്റം ഈ ജാതിക്കത്തോട്ടം ഈ ജാതി നിന്റെ നോട്ടം. മൂളല് അതൊക്കെ പാട്ടില് വളരെ റെയർ അല്ലേ? അത് മാത്രമല്ല അത് എല്ലാരും ഏറ്റെടുക്കുകയും ചെയ്തു ആ പാട്ട്. അതെ. ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പാട്ടുകൾ ഏതൊക്കെയാ? പഴയ പാട്ടുകളാണോ അതോ സുശീലാമ്മയുടെ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്? ഞാൻ കുറെ കേൾക്കും സുശീലാമ്മയുടെ പാട്ടുകൾ. പഴയ തമിഴ് പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. തമിഴ് മാത്രമല്ല, സോറി, പഴയ മലയാളം, പിന്നെ തമിഴ്, മലയാളവും തമിഴും, പിന്നെ ഹിന്ദി, ഇതാണ് ഏറ്റവും കൂടുതൽ കേൾക്കുക. ഇപ്പോഴത്തെ പാട്ടുകൾ കേൾക്കാറില്ലേ? ഉണ്ട്. അത് വെറൈറ്റി അത് കേൾക്കണം, അതും നമ്മൾ കേൾക്കണം നമ്മൾ. ബിക്കോസ് നമുക്ക് എന്താണ് നാളെ നമ്മളിപ്പോ പാടാൻ വിളിക്കുമ്പോൾ ഈ ഒരു സ്റ്റൈല് പാടാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത് എക്സ്പെരിമെന്റ് നോക്കാൻ കമ്പോസർക്ക് ഒരു കോൺഫിഡൻസ് കൊടുക്കണമെങ്കിൽ നമ്മൾ അതും കേട്ടിട്ട് നമുക്ക് ആ ഒരു അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അതെ, അപ്പോൾ ഭയങ്കര നിർബന്ധമാണ് അത്. അപ്പൊ അത് മാക്സിമം കേൾക്കാൻ ശ്രമിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ പഴയ ഇഷ്ടമുള്ള ഏത് പാട്ടാണ് പാടാൻ? എനിക്ക് പെട്ടെന്ന് പ്ലേലിസ്റ്റിലുള്ള ഉന്നെ കാണാതെ കണ്ണും അത് ഭയങ്കര ഇഷ്ടമാണ്. ഉന്നെ കാണാതെ കണ്ണും കണ്ണല്ല, ഉന്നെ എണ്ണാതെ നെഞ്ചും നെഞ്ചല്ല, നീ சொல்லாத சொல்லும் சொல்லல்ல, நீ இல்லாமல் நானும் நானல்ல, நீ இல்லாமல் நானும் நானல்ல. അതൊക്കെ എത്ര കേട്ടാലും മതിയാവില്ല. ഗസൽസ് ഒക്കെ കേൾക്കാറുണ്ട്? ഗസൽസ് കുറവാണ്, വളരെ കുറവാണ്. ബിക്കോസ് ആ ലാംഗ്വേജ് ആയിട്ട് ഇപ്പോൾ ഉറുദു, ഇപ്പൊ ഹിന്ദുസ്ഥാനി പഠിച്ചതിന് ശേഷം അതായിട്ട് ഈ പറഞ്ഞ ബ്രജ് ഭാഷ എന്ന് പറഞ്ഞിട്ട് അതിലാണ് ബന്ദിഷൊക്കെ എഴുതുക. അപ്പോഴാണ് ഇതിനെ പറ്റി ഒരു ചെറിയൊരു ഐഡിയ വന്നത്. അദ്ദേഹം പറയുന്നത് ഹിന്ദുസ്ഥാനി പഠിക്കുമ്പോ ഇപ്പൊ ഗസൽസ് കേൾക്കുമ്പോ കുറച്ചും കൂടെ അല്ലേ? അതെ. എനിക്ക് തോന്നുന്നു അത് വീട്ടിലെപ്പോഴും ഞങ്ങൾ പണ്ട് തൊട്ടേയുള്ളൊരു ഈ പറയുന്ന ക്ലാസിക്കൽ സോങ്സ് കേൾക്കുന്ന ആ ഒരു ഇത് ആംബിയൻസ് ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ അറിയാണ്ട് ഇങ്ങനെ വളർന്നു. കൂടുതൽ സമയം കിട്ടുമ്പോഴൊക്കെ ഈ കോൺസേർട്ടുകളൊക്കെയാണ് കൂടുതൽ കേൾക്കുക. ഗസൽസ് വളരെ കേൾക്കും, പക്ഷെ വളരെ കുറവാണ്. അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ അതിന്റെ പാടല് കുറവാണ് ഗസൽസ്. പിന്നെ അത് പാടാൻ അതിന്റെ ഡിക്ഷൻ കറക്റ്റ് ആയിരിക്കണം നമ്മളുടെ. അതെല്ലാം അതൊക്കെ കൈൻഡ് ഓഫ് അറിയാത്ത പോലെയാണ്. കുറച്ചധികം പോപ്പുലർ ഗസൽസ് ഇപ്പൊ നമുക്കറിയാം, അല്ലാതെ അതിന്റെ ഒരു കണ്ടിന്യൂസ്ലി കേട്ടത് ഫോളോ ചെയ്യാന്ന് അത് വളരെ കുറവാണ്. അതേപോലെ ഡാൻസേഴ്സിന് വേണ്ടിയിട്ടൊക്കെ സിംഗ് ചെയ്യാറുണ്ട്. അത് ഞാൻ കാണാറുണ്ട് സ്ഥിരമായിട്ട്. അത് ആദ്യത്തെ ഒരു ഡാൻസ് വീഡിയോ എന്ന് പറയുന്നത് അത് ഇറങ്ങിയത് ശാന്തി ചേച്ചിയുടെ, ഞാനും സംഗീതം കൂടി ഞങ്ങൾ സകല ദേവനത എന്ന് പറഞ്ഞിട്ട് ഒരു സാൻസ്ക്രിറ്റ് വൈറലായിട്ടുണ്ട്. നിങ്ങൾ 3 ലേഡീസ് ഭയങ്കര ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അത് ഞങ്ങളുടെ ആദ്യത്തെ അനുഭവമാണ്. അതിനുശേഷം പിന്നെ കുറെ അങ്ങനെ കൊളാബറേറ്റ് ചെയ്ത് സാധിച്ചു. അതിനുശേഷം ഉണ്ണിമായ എന്ന് പറഞ്ഞിട്ട് ഡാൻസർ ഉണ്ട്, ഉണ്ണിമായ സുരേഷ്. അപ്പൊ അവരായിട്ട് കൂടുതൽ വർക്ക് ചെയ്യാൻ സാധിച്ചു. പിന്നെ ഡാൻസ് സ്കൂളിന്റെ പ്രോഗ്രാംസ് വരുമ്പോഴെല്ലാം അതിനെല്ലാം ഓരോ ഐറ്റംസ് പഠിക്കും. അത് ഭയങ്കര ഒരു ലൈവായിട്ട് ചെയ്യുമ്പോഴുള്ളൊരു ചാലഞ്ചിങ്. ലൈവ് ആക്ച്വലി ഞങ്ങൾ ലൈവ് തുടങ്ങി, അതിന്റെ ഒരു പ്രിപ്പറേഷൻ ഇപ്പൊ നടക്കണത്. ലൈവ് ഒരു മോഹിനിയാട്ടം ഗ്രൂപ്പിന് വേണ്ടി പാടുകയാണ്. അത് ഉണ്ണിമായയുടെ ടീമിന് വേണ്ടിയിട്ടാണ്, ഞാനും സംഗീതയും. അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു
ആദ്യത്തെ അനുഭവമാണത്. അതിന്റെ റിഹേഴ്സൽ എന്ന് പറയണത് ഡാൻസിന് വേണ്ടിയിട്ട് അവരുടെ കൂടെ റിഹേഴ്സൽ ചെയ്ത് പാടാന്ന് പറയുമ്പോ ആ മൂവ്മെന്റ്സ് അറിഞ്ഞ് നേരത്തെയൊക്കെ ഇതുവരെ ഞാൻ പാടിക്കൊണ്ടിരുന്ന എല്ലാം റെക്കോർഡാണ് പാടിക്കൊണ്ടിരുന്നത്. അത് നമ്മള് മറ്റേത് പാട്ട് പാടുന്ന പോലെയും പഠിക്കുന്നു. ടീച്ചറുടെ കൂടെ നിന്നിട്ട് കട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് ടീച്ചർ നമ്മളെ ഗൈഡ് ചെയ്തിട്ട് നമ്മളെ പാടിപ്പിക്കും. ഇതങ്ങനെയല്ല, ഇത് ഇവരുടെ ഓരോ ചലനത്തിനനുസരിച്ച് റെക്കോർഡഡ് അല്ലല്ലോ. അവർ സ്പോണ്ടേനിയസ് ആയിട്ട് ചിലപ്പോൾ അവരുടെ എക്സ്പ്രഷൻസ് എല്ലാം പ്ലാനിന്ന് ഭയങ്കരമായിട്ട് മാറില്ല. പക്ഷെ എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കണം അടുത്തത് അവരെന്താ ചെയ്യാൻ പോണ. ചിലപ്പോൾ റിപ്പീറ്റേഷൻസും അതെല്ലാം ഈ എണ്ണിത്തിട്ടപ്പെടുത്തിയ പോലെ ആയിരിക്കില്ല അവര്. അപ്പോൾ ചിലപ്പോൾ ഒന്ന് കുറയാം കൂടാം. ഇതൊക്കെ കുറച്ച് നേരത്തെ അറിയണം ഓരോ ക്യാരക്ടറും. ഇതിന്റെ പ്രാക്ടീസ് സെഷൻ ആകുമ്പോൾ അവരും വേണോ? പിന്നെ അവരും വേണം. അവര് 7-8 ഡാൻസേഴ്സ് ഇങ്ങനെ നിരന്ന് നിൽക്കും. നമ്മൾ അവരുടെ കൂടെ നിന്നിട്ട് അത് കൂടെ കണ്ട് അത് കുറെ കാണേണ്ടി വന്നു. കുറെ കണ്ടു കഴിഞ്ഞാൽ അടുത്ത് ഇനിയിപ്പോ എന്താ വരാൻ പോണത്. ദശാവതാരത്തിന്റെയാണ് ഇപ്പൊ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കണം. അപ്പൊ ദശാവതാരത്തിൽ ഇനിയിപ്പോ അടുത്തതാണ് കൂർമാണോ വരാഹാണോ നരസിംഹാണോ, അങ്ങനെ നമ്മളങ്ങനെ ശ്രദ്ധിച്ചിരിക്കണം അടുത്തത് എന്താ വരാൻ പോണെന്ന്. പിന്നെ ആവർത്തനങ്ങള് അതെല്ലാം ലൈവ് ഞങ്ങളെ സംബന്ധിച്ച് ടൈമിങ്ങും കറക്റ്റ് അയ്യോ അതെ ഭയങ്കര ചില സ്ഥലത്ത് കുറച്ച് നേരത്തെ നിർത്തേണ്ടി വരും. ചിലപ്പോ ഈ പറയണ പോലെ തിട്ടപ്പെടുത്തിയ പോലെ അല്ലാതെ ചിലപ്പോ എക്സ്ട്രാ പാടേണ്ടി വരും. അത് ഞങ്ങളെ സംബന്ധിച്ച് ചാലഞ്ചിങ് ആണ്, ഭയങ്കര ചാലഞ്ചിങ് ആണ്. അതിന് അത്രയും ഈ പറയണ പോലെ അവരുടെ പോലെ ഡെഡിക്കേഷൻ വേണം. അവരുടെ കൂടെ ഇരുന്നിട്ട് പാടി അത് ഉറക്കുള്ളൂ. അപ്പൊ അതൊരു പുതിയ അനുഭവമാണ് ഈ ഡാൻസിന് വേണ്ടി. കാരണം ഇൻ കേസ് എങ്ങാനും സ്റ്റെപ്പിന്റെ അവിടുത്തെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുമ്പോൾ അവിടെ ഞങ്ങൾ അവരെ കുഴക്കാതെ പെട്ടെന്ന് മാനേജ് ചെയ്തിട്ട് പാടണം. ഇന്റർനാഷണൽ ഡാൻസിന്റെ ഒരു സംഭവം ചെയ്തു തരുന്നല്ലോ അല്ലെ? ഇന്റർനാഷണൽ എനിക്ക് തോന്നുന്നു ഡാൻസ് ഡേക്ക് ഒരു വീഡിയോ അതിന് പാടിയിട്ടുണ്ടായിരുന്നു. അതായത് ഉരുള അത് ഭയങ്കര രസമായിരുന്നു. അത് ഈ പറയുന്ന പോലെ ജാതിക്കാത്തോട്ടം പോലെ ഒരു വേറെ ടോണാണ് അതില് ഫുൾ ആ പാട്ട് മുഴുവൻ. അത് ഭയങ്കര നല്ല ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ട് ഡാൻസ് ടീച്ചറിന്റെ ഡാൻസ് സിറ്റി എന്ന് പറഞ്ഞ അവരുടെ ഒരു ഡാൻസ് സ്കൂളിന് വേണ്ടിയിട്ടായിരുന്നു അത് പാടിയത്. സന്തോഷ് വർമ്മയായിരുന്നു ലിറിക്സ്, മ്യൂസിക് ബിജയ്പാൽ സാർ. ബോധി സൈലൻസ്കേപ്പിലാണ് അത് ഇറങ്ങിയത്. ബോധി തന്നെ ചെയ്തു. ഏതാണ് അപ്പൊ അതിൽ ഏതാ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്? മ്യൂസിക് ഓൺ ദ സ്റ്റേജിലാണോ അതോ ഡാൻസിന് വേണ്ടി പാടുന്നതാണോ? അതായത് രണ്ട് തരത്തിലുള്ള അതെ രണ്ട് തരത്തില്. പക്ഷെ ഇത് ഡാൻസിന് വേണ്ടി പാടുന്നത് ഒരു രസമായി തോന്നി കേട്ടോ. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണല്ലേ, കുറച്ചും കൂടി ലൈവ്ലിയാണ് അത്. പിന്നെ ഈ പറയണ പോലെ വേറെ എവിടെയും നമ്മളുടെ ശ്രദ്ധ പോവില്ല. ഒരല്പം സ്ട്രെസ്സും കൂടിയാണ് നമുക്ക്. ഒരല്പം നമ്മള് പാടുന്ന അത് നമ്മൾ മാത്രമല്ലല്ലോ പാടണം. ഞാൻ മറ്റേത് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയൊരു അബദ്ധങ്ങളൊക്കെ എന്തെങ്കിലും വന്നാലും നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. മറ്റേതെങ്ങനെയാണ് നമ്മൾ അവരെ കുഴക്കാണല്ലോ ഡാൻസേഴ്സിനെ. അപ്പൊ അത് ആ പെർഫോമൻസ് തന്നെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ എന്ത് പാടണോ അത് കേട്ടിട്ടാണല്ലോ അവര് കളിക്കുന്നത്. ഏതെങ്കിലും അങ്ങനെ ഒരു ഇഷ്ടമുള്ള രാഗം ഇവര് ചെയ്താൽ കൊള്ളാന്നുണ്ട് എന്നുള്ളത് അങ്ങനെ വല്ലതൊക്കെ ഉണ്ടോ? ഇപ്പൊ ഞാനൊരു ഇത് പാടി, അതായത് വിജയദശമിയുടെ ഞാൻ കണ്ടിരുന്നു. വിജയദശമിയുടെ ഉണ്ണിമായ ഡാൻസ് ചെയ്തിട്ട് അഖിലാണ്ടേശ്വരി, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കൃതിയായിരുന്നു. നന്നായി ചെയ്തിട്ടുണ്ട്. അതെ, അത് കുറെ നാളായി അത് ഡാൻസ് വീഡിയോ ചെയ്യണം എന്നൊന്നും അതൊന്നും നമ്മുടെ ഉള്ളിലില്ല. എപ്പോഴെങ്കിലും പാടിയിടണം, എപ്പോഴെങ്കിലും. ഇൻഫാക്ട് ഈവൻ ഈ വിജയദശമിക്ക് മുമ്പ് ഞാൻ കുറച്ച് പ്ലാൻ ഇട്ടു. അതായത് 1 മിനിറ്റ് റീൽ മതിയോ അതോ ഏതെങ്കിലും ഒരു പാട്ട് മുഴുവൻ പാടണോ? ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. ഒരു 1 മിനിറ്റ് റീൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സോങ് ദേവി കൃതിയുടെ എൻ്റെ മനസ്സിൽ വരുന്നത് അഖിലാണ്ടേശ്വരിയാണ്. വൺ ഓഫ് ദ ഫസ്റ്റ് ശ്രീചക്ര അഖിലാണ്ടേശ്വരി ഇതാണ്. അപ്പൊ ഇതിങ്ങനെ റെക്കോർഡ് ചെയ്യാനൊന്നും നമുക്കറിയില്ല. അല്ലാതെ പാടിയൊക്കെ നോക്കി എൻ്റെ വല്ല 1 മിനിറ്റ് റീലിന് ഇടാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടി ഞാൻ പാടിയൊക്കെ നോക്കി പ്രിപ്പയർ ചെയ്തു. പിന്നീട് ഞാൻ എൻ്റെ പ്ലാൻ ചേഞ്ച് ചെയ്തു. 1 മിനിറ്റ് റീലൊന്നും ശരിയാവില്ല, ഒരു പാട്ടെങ്കിൽ ഒരു പാട്ട്, അത് മാത്രം. വിജയദശമിക്ക് അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ഇത് ചെയ്യാറുണ്ട്, വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോൾ എന്നിട്ട് അങ്ങനെ ഞാൻ ചൂസ് ചെയ്ത പാട്ട് വേറെയാണ്. ദേവി നീയെ തുണൈ എന്ന് പറഞ്ഞിട്ട് കീരവാണിയിലൊരു പാട്ടാണ്. അപ്പോൾ എൻ്റെ ഈ പാട്ട് ഷൂട്ട് ചെയ്യുന്ന ദിവസം തന്നെയാണ് ഇതും ഡാൻസ് വീഡിയോ എടുത്തത്. അപ്പോൾ ഡാൻസ് വീഡിയോ ഇങ്ങനെ ചെയ്യണം. അപ്പോൾ പെട്ടെന്നാണ് സാറ് പറയണത്, ഇത് പാടാൻ പറ്റുമോ ഇത് ഈ അഖിലാണ്ടേശ്വരി എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ പ്രതീക്ഷിക്കുന്ന നമ്മളെ ഉള്ളിലെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ട് പിന്നെ അത് നടന്നു.
എന്ന് പറയുമ്പോഴേ അത് ഭയങ്കര ഭയങ്കര സന്തോഷമായി. അങ്ങനെ എനിക്ക് തോന്നുന്നു ഡാൻസ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് അതെ, എന്നിട്ട് അന്ന് തന്നെ പാടി. സമയം ഉണ്ടായില്ല, പെട്ടെന്ന് എടുത്തെറിയില്ലായിരുന്നു. ഇപ്പം എന്താ പറയാ, ബാൻഡ് കഴിഞ്ഞു, ഇനിയിപ്പോ മ്യൂസിക് കമ്പോസിങ് വല്ല താല്പര്യമുണ്ടോ? എന്തേലും മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇതേ പറഞ്ഞ പോലെ അത് എന്തിനും ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഇല്ല, മ്യൂസിക് കമ്പോസിങ് ഒരു വിദൂരമായി നിൽക്കുന്ന ഒരു പരിപാടിയാണ്. വിദൂരത്തന്നെ അത്. അത് വെച്ചാ എനിക്കറിയില്ല, അത് ഇപ്പൊ നമ്മുടെ പഠിച്ച പാട്ടുകൾ അവിടെ ഇവിടെയൊക്കെ ഇംപ്രൂവൈസ് ചെയ്ത് പാടാം എന്നല്ലാതെ പുതിയതായിട്ടൊരു ട്യൂണ് കമ്പോസ് ചെയ്യുക, അത് ഇതുവരെ ചിന്തിക്കാത്തത് കൊണ്ടാവാം, അതിനെ പറ്റിയിട്ട് ആലോചിക്കാത്തത് കൊണ്ടാവാം. അതിപ്പോഴും അവിടെ തന്നെ നിൽക്കുക. കമ്പോസ് ചെയ്താൽ ഞാൻ പാടാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് മ്യൂസിക് അല്ലാണ്ട് എന്തൊക്കെയാ ഹോബീസ് ഉള്ളത്? പാട്ട് തന്നെയാട്ടോ ഫുൾ ടൈം. പാട്ട് കേക്കല് പാടുക, ഇതൊക്കെ തന്നെയുള്ളൂ മെയിൻ ആയിട്ട്. വേറെ മറ്റേ ഡാൻസ് ഇല്ല. ഡാൻസ് കളിക്കണവർക്ക് വേണ്ടി പാടുന്നത് ഈ പറയുന്നത് കളിക്കാൻ തോന്നിയിട്ടില്ല. ഇല്ല, അവരത്രയും ഭംഗിയിലൊക്കെ ചെയ്യുമ്പോഴേ എന്തിനാ അത് നന്നായിട്ട് പാടിക്കൊടുക്കുക. അത് പാടുന്ന ഒരു എക്സൈറ്റ്മെന്റ് ആട്ടോ. ഡാൻസിന് പാടുക എന്ന് പറയുമ്പോ അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ മലയാളം പാട്ടല്ലാണ്ട് അതർ ലാംഗ്വേജസിലൊക്കെ ഏതിലൊക്കെയാ പാടിയിരിക്കുന്നത്? മന്യഭാഷ എന്ന് പറയുമ്പോൾ തെലുഗുല് പാടിയിട്ടുണ്ട്. തെലുഗുല് ബിജുപാൽ സാറിന്റെ തന്നെയാണ് ഉമാ മഹേശ്വര ഉഗ്രരൂപസ്യ എന്ന് പറഞ്ഞൊരു ഫിലിം. അത് നമ്മുടെ മഹേഷിന്റെ പ്രതികാരത്തിന്റെ തെലുഗു റീമേക്ക്. അതില് ഒരു പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെ കൂടുതൽ മലയാളം തന്നെ പാടിയിട്ടില്ല, വേറെ ഒന്നും പാടിയിട്ടില്ല. പക്ഷെ മലയാളം ഫിലിമില് റാണി പത്മിനി എന്ന് പറഞ്ഞൊരു ഫിലിമിൽ ഒരു തമിഴ് പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. പുതു 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 പൂവായി പൂക്കിരേൻ, புது காற்றில் வேர்க்கிறேன், பூக்கும் காதல் பூவிலே അവൻ വാസം പാർക്കിരേൻ നാനേ, ഇങ്ങനൊരു പാട്ടുണ്ട്. പിന്നെ ആംഗ്രി ബേബീസ് ഇൻ ലവ്ല് ജിന്ദഗി കി റാഹമേ, ഹിന്ദി സോങ്. അതേതാണ്? അത് അനൂപ് മേനോന്റെയും ഭാവനന്റെയും ഫിലിം. അതിലൊരു ഹിന്ദി സോങ് അതാണ് ജിന്ദഗി കി റാഹമേ എന്ന് പറഞ്ഞിട്ട് ഒരു അവരിങ്ങനെ ജാം ചെയ്തുകൊണ്ട് പോണത് പാട്ട് ഇപ്പൊ പാടിയിരുന്നു. ജിന്ദഗി കി റാഹമേ ഹർ സഫർ നയാ, हर सफर नया नया, नया उमंग नई तरंग, हर पल नया एक प्यार है. വേറൊരു ജോണർ. നല്ല നല്ല പാട്ടത്. പിന്നെ ഇതാണ് അന്യഭാഷ എന്ന് പറയുമ്പോ ഇത്രയൊക്കെയാണ്. അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. മഴനില കുളിരുമായിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതില് മഴനില കുളിരുമായിക്ക് രാമു കാര്യട്ട് അവാർഡ് കിട്ടി ബെസ്റ്റ്. അത് നജീമിനും എനിക്കും രണ്ടാൾക്കും കിട്ടി ആ വർഷത്തെ ബെസ്റ്റ് ഫീമെയിൽ സിംഗറിന്റെ. പിന്നെ തൊണ്ടിമുതലും ദൃക്സാക്ഷിക്കും കിട്ടി അവാർഡ്, കണ്ണിലെ പൊയ്യല് എന്ന് പറഞ്ഞ പാട്ടിന്. പിന്നെ ജാതിക്കാത്തോട്ടത്തിന് രാമു കാര്യായിട്ട്. പിന്നെ റേഡിയോ മിർച്ചി അവാർഡ്, ഇങ്ങനെ കുറച്ച് അവാർഡ്. മഴവിൽ ഇന്നത്താം കേസ് കൂടെ എന്ന് പറഞ്ഞൊരു ഫിലിമില് ആടലോടകം ആടി നിക്കണ് ഷഹബാസ് അമൻ സാറിന്റെ ഒരു ഡ്യുവറ്റ് ഉണ്ട്. അതിന് മഴവിൽ മ്യൂസിക് അവാർഡ്സ് കിട്ടി. ബെസ്റ്റ് ഡ്യുവറ്റിന് കിട്ടി. ഈ തൊണ്ടയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒരു റെക്കോർഡിങ്ങിന് പോണ നേരത്ത് എന്തെങ്കിലും? അതായത് തണുത്തത് കഴിക്കില്ല, സെൻസിറ്റീവ് ആണ്, ഭയങ്കര സെൻസിറ്റീവ്. തണുത്തത് ഒട്ടും പറ്റില്ല. അപ്പൊ ഐസ്ക്രീം ഒക്കെ കഴിച്ച കാലം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതെ, കുറവാ, വളരെ കുറവാണ്. ഇഷ്ടമാണോ ഐസ്ക്രീം? ഇല്ല, ഇഷ്ടമാണ്, പിന്നെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതൊരു ചില ഹെയർ കളേഴ്സ് അതെല്ലാം അലർജിയാണ്, കോൾഡ് ഭയങ്കരമായിട്ട്. അപ്പൊ അത് ഏറ്റവും ആദ്യം എന്റെ ബാധിക്കുന്നത് ത്രോട്ടിനെയാണ്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. എപ്പോഴും ചൂടുവെള്ളം ചൂടുവെള്ളം കുടിക്കും തീർച്ചയായും. തണുത്ത വെള്ളം ഇല്ല, അത് പണ്ടേ ഇല്ല. തണുത്ത വെള്ളം അത് ഈ തൊണ്ട അല്പം സെൻസിറ്റീവ് ആയതുകൊണ്ട് പെട്ടെന്ന് അടയും. ഒന്ന് ഉച്ചത്തിൽ ചിരിക്കുക, നന്നായിട്ട് ഭയങ്കരമായിട്ട് അട്ടഹസിച്ചിരിക്കുന്നു. ചില സമയത്ത് നമുക്ക് കൺട്രോൾ കിട്ടില്ല. നമ്മൾ ചില കല്യാണത്തിന് പാർട്ടിക്ക് പോകുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പിന്നെ ഈ ഒച്ച, അതായത് ക്രൗഡിന്റെ ഇടയിൽ നമ്മൾ എക്സേർട്ട് ചെയ്ത് സംസാരിക്കുമല്ലോ, അപ്പൊ പിന്നെ പെട്ടെന്ന് ടോണിന്റെ മാറും, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കോഷ്യസ് ആയിരിക്കും. അധികം ഇങ്ങനെ അട്ടഹസിച്ചിരിക്കാതിരിക്കുക, അല്ലെങ്കിൽ അധികം സംസാരിക്കാതിരിക്കുക. സംസാരിച്ചൊക്കെ കഴിഞ്ഞാൽ ഉടനെ ഒരു 10-15 മിനിറ്റ് ഒക്കെ സംസാരിച്ചാൽ കഴിഞ്ഞു, പിന്നെ അത് അടഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ കെയർഫുൾ ആയിരിക്കും, അലേർട്ടായിരിക്കും ഓരോ കാര്യം ചെയ്യുമ്പോഴും. അത് തൊണ്ടയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അതെ. ഫാമിലിനെ കുറിച്ച് പറയാം. അമ്മയും ചേച്ചിയാ ഉള്ളത്. അമ്മ
GCDയിലായിരുന്നു വർക്ക് ചെയ്തത്, റിട്ടയർ ചെയ്തു. പിന്നെ ചേച്ചി GSTയിൽ വർക്ക് ചെയ്യണം. ചേച്ചിയും നന്നായി പാടും. എനിക്ക് തോന്നുന്നു ചേച്ചിയാണ് കൂടുതൽ എന്നെ പാട്ട് പാടാനും എല്ലാത്തിനുള്ള ഇൻസ്പിറേഷൻ തരുന്നത് ചേച്ചി തന്നെയാണ്. പിന്നെ പാട്ടിലെ കറക്ഷൻസും ചേച്ചി കുറച്ചുകൂടി കർണാട്ടിക് ഒക്കെ ബേസാണ്, നല്ല സ്ട്രോങ് ആണ് ചേച്ചിയുടെ ഇത്, അതിനെ പറ്റിയുള്ള നോളജ്. ചേച്ചി അത് പ്രൊഫഷണൊക്കെ എടുത്തില്ല? ചേച്ചിക്ക് ജോലിയുടെ ഇതായത് കൊണ്ട്. പക്ഷെ നമ്മുടെ ഒരു മ്യൂസിക് ബോൾ എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലുണ്ട് ചേച്ചിയുടെ ഇതില്. അപ്പൊ അതില് ഒരു സന്തോഷം വരുമ്പോ ഒരു അവനവന്റെ ഒരു ആനന്ദത്തിന് പാടിയിട്ടാണ് അങ്ങനെ വീഡിയോസ് ഒക്കെ കുറച്ച് പാടിയിട്ടിട്ടുണ്ട്. അങ്ങനെ ഈ മ്യൂസിക് എത്രമാത്രം ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? ഇപ്പം ആഫ്റ്റർ ഓൾ ദീസ് ഇയേഴ്സ് ഉണ്ടല്ലോ കൂടെ. മ്യൂസിക് തന്നെയാണ് എന്നെ നയിക്കണത്. അതാണ് ലൈക്ക് എൻ്റെ ശ്വാസം പോലെ. നമ്മൾ ഏതൊരു ടൈമിലും എന്തെങ്കിലും നമുക്ക് ഹെൽത്തിൻ്റെ എന്തെങ്കിലും ക്രൈസിസ് വന്ന, ആരോഗ്യപരമായിട്ട് നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളിലൊക്കെ വരുമ്പോഴെല്ലാം പിടിച്ച് നിർത്തണത് മ്യൂസിക് തന്നെയാണ്. ആ സമയത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് വേറൊരു, അല്ലെങ്കിൽ ആ സമയങ്ങളിലൊക്കെയാണ് ഈ ഡൗൺ ആയിരിക്കുന്ന അവസരങ്ങളിലാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ ഇത് നമ്മൾ ആക്റ്റീവായിട്ട് ചെയ്തിട്ടുള്ളത്, പല പ്രൊഡക്ഷൻസും എൻ്റെ. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് മുന്നോട്ട് നയിക്കണത്. അല്ലെങ്കിൽ ജീവിക്കാനുള്ള പ്രചോദനം തന്നെ സംഗീതമാണ്. നേരത്തെ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ, അപ്പൊ ആ സമയത്ത് ഏത് ടൈപ്പ് ഓഫ് മ്യൂസിക് കേൾക്കാനാണ് താല്പര്യം? അത് നമ്മുടെ ഡിവോഷണൽ സോങ്സ്, കർണാട്ടിക് ബേസ്ഡ് ഡിവോഷണൽ സോങ്സ്, ദേവിയുടെ, ശിവന്റെ കൃതികള്, പാപനാശം ശിവൻ സർ അദ്ദേഹത്തിന്റെ കൃതികള്, അതൊക്കെയാണ് കേൾക്കാൻ ഇഷ്ടം. ഗണേശ സ്തുതികള്, അതെല്ലാം. ദേവീ കൃതികളോടാണ് കൂടുതൽ ഇഷ്ടം. മൈൻഡ് ഭയങ്കര കാമാവും, ഭയങ്കര സ്ട്രെങ്ത് കിട്ടും അത് ദേവീ കൃതികൾ പാടുമ്പോൾ. അത് ഈ നവരാത്രി ആവുമ്പോൾ വേറൊരു എക്സൈറ്റ്മെന്റ് ആണ് നവരാത്രിയുടെ സമയത്ത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ, അതിന്റെ വീഡിയോ, ഏത് പാട്ട് പാടണം, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രിപ്പറേഷൻ സമയമുണ്ട്. അത് ഭയങ്കര ഒരു എനർജി തരും ആ ടൈമിൽ. കാര്യം ഒരു പാട്ട് മാത്രമാണെങ്കിലും ആ പാട്ടിലേക്ക് എത്താനായിട്ട് എത്രയോ പാട്ടുകൾ കേട്ട് അത് നമുക്ക് പറ്റുന്ന ഏതാണ് ചൂസ് ചെയ്ത്, അതൊരു പ്രോസസ്സാണ്. അതെനിക്ക് തോന്നുന്നത് കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഞാൻ ഈ നവരാത്രിക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ഒരു 3-4 കൊല്ലമായി കാണും ഫ്രീക്വൻ്റ് ആയിട്ട് ഒരു പാട്ട് പാടി ഇടുന്ന ഒരു പ്രോസസ്സ് തുടങ്ങിയിട്ട്. അത് ഭയങ്കര റെജുവിനേറ്റിംഗ് ആണ് ആസ് എ മ്യൂസിഷ്യൻ. ഭയങ്കര പ്രചോദനമാണ്. പിന്നീട് അങ്ങോട്ട് അത് വേറൊരു കളർ തന്നെ ലൈഫിൽ കൊണ്ടു തന്നു. ഈ നവരാത്രി സീസണിലുള്ള ആ ഒരു പ്രിപ്പറേഷൻ അത് തന്നെയാണ് ഈ ബാൻഡിലേക്ക്, അതാണ് വഴിയൊരുക്കിയത്. ഈ പറഞ്ഞ പോലെ ഡാൻസ് സോങ്സ്, അതുപോലെ തന്നെ ഈ ഡാൻസേഴ്സിന് വേണ്ടി പാടുക, പിന്നെ ഈ പറഞ്ഞ പോലെ ബാൻഡ് ഫോം ചെയ്യുക, അത് എങ്ങനെയായിരിക്കണം, അതിൻ്റെയൊക്കെ തുടക്കം ഇത് തന്നെയാണ്. ഈ ഡിവോഷണൽ സോങ്സ് പാടുന്ന അതെനിക്ക് എപ്പോഴും പ്രചോദനം തോന്നി. ഈ ബാൻഡിന്റെ പേര്? ആ ബാൻഡ് ആക്ച്വലി അത് ഒഫീഷ്യലി തുടങ്ങിയിട്ടില്ല. നമ്മളത് പേരിനൊക്കെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പേരിൽ ചടങ്ങ് വന്നിട്ടില്ല. അത് തന്നെ കറക്റ്റ്. ഉടനെ ഉണ്ടാവും. വളരെ മേ ബി 1 or 2 വീക്സിനുള്ളിൽ തന്നെ. ഓക്കെ, നമ്മൾ വെയിറ്റ് ചെയ്യാം. അപ്പൊ എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു കുറച്ച് സമയങ്ങളായി നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട്. അതിൻ്റെ പിയാളെ സമയം ഏകദേശം അടുത്ത് തുടങ്ങി. നല്ലൊരു പാട്ടും കൂടെ പാടിയിട്ട് നമുക്ക് തൊണ്ടി മുതലും ദൃക്സാക്ഷിയും സ്വന്തം പാട്ടന്നെ. കണ്ണിലെ പൊയ്കയില് കുഞ്ഞലമാലയില് ഞാനോ മീനോ കാണാത്തീരം തേടി പോകും പൊൻകിന തോണികളോ പൊന്നര എണ്ണങ്ങളോ ചാഞ്ഞിറങ്ങണ ചന്ദന വെയിലിലെ ഞാൻ അലിഞ്ഞൊരു വേളയിലെ പൊന്നരളി പൂവ് നുള്ളി നിന്നെ ഞാൻ ഓർത്തതല്ലേ. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു സോങ് അതല്ലേ? അത് പാടുമ്പോൾ എനിക്ക് ഭയങ്കര റെക്കോർഡിങ്ങും ഭയങ്കര അത് നല്ല രസമായിരുന്നു. ഈ പാട്ടിന്റെ ഗണേഷ് ചേട്ടന്റെ കൂടെയാണ് പാടിയിട്ടുള്ളത്. റഫീഖ് അഹമ്മദ് സാർ എഴുതിയത്, ബിജു ബാസുവിന്റെ മ്യൂസിക്. അതിൽ ആ ഇടയ്ക്കൊരു വെള്ളത്തിന്റെ ശബ്ദമൊക്കെ ഭയങ്കര നല്ല രസമായിരുന്നു. അതിന്റെ വിഷ്വൽസ് നല്ല രസമായിരുന്നു കാണാൻ. അതിപ്പോ പാടുമ്പോൾ അതാ ഒരു ഹാപ്പിനെസ്, ഇവിടെ മൊത്തം ഒരു ഹാപ്പിനെസ്, ഒരു നല്ലൊരു ഓറ വന്നത്.
അപ്പൊ എന്താണെങ്കിലും നല്ലൊരു ചാറ്റായിരുന്നു. എനിക്കും ഭയങ്കര എൻഗേജിങ് ആയിരുന്നു, ഭയങ്കര നന്നായി എൻജോയ് ചെയ്തു. അതെ, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു പാട്ടിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞങ്ങനെ പോയി. അതെ, അത് ഒട്ടും ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ചോദ്യം ഉത്തരം അങ്ങനെ ആയിരുന്നില്ല. അങ്ങനെ എനിക്ക് അറിയൂല. അപ്പൊ എന്താണ് ഇനി എല്ലാ ഓൾ അപ്കമിങ് പ്രൊജക്ട്സിനും ഓൾ ദ വെരി ബെസ്റ്റ്. ബാൻഡൊക്കെ നല്ല ഉഷാറാവട്ടെ. ബാൻഡിന്റെ പേരിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. തീർച്ചയായും ഞങ്ങൾ ഫോം ചെയ്ത ഉടനെ അറിയിക്കും. അതെ, അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു മീനാക്ഷി, താങ്ക് യു.